Praise the Lord. Hallelujah. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന അത്ഭുതകരമായി അതിശയകരമായി നമ്മെ നടത്തിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് കാലുകാലിൽ തട്ടാതെ കാലിന്റെ വീഴ്ചയിൽ നിന്ന് കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ കർത്താവിനെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരുമിച്ച് ആരാധിക്കാം, ഒരുമിച്ച് സ്തുതിക്കാം. അവൻ സ്തുതികളിൽ മേൽ വസിക്കുന്നവൻ, സർവശക്തൻ, സർവജ്ഞാനി, സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ഒരു പാട്ടിന്റെ വരികൾ ആമേൻ നാം കേട്ടു എന്നല്ല, ഈ പാട്ട് ആമേൻ ഒരു പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ. ലോകം കുലുങ്ങുമ്പോൾ നിന്റെ ഹൃദയം ഏത് രാജ്യത്തിലാണ്? ഹല്ലേലൂയ. ഏത് രാജ്യത്തിന് വേണ്ടിയാണ് ഒരുങ്ങുന്നത്? കാലം ആമേൻ കഴിഞ്ഞ കാലം വിട്ട് ഇപ്പോഴത്തെ കാലത്ത് വിശുദ്ധിയിലേക്ക് ദൈവം നിന്നെ ആമേൻ വിളിക്കുകയാണ്. ആമേൻ നിത്യജീവനിലേക്ക് വിളിക്കുകയാണ്. ഇന്ന് രാത്രി നമുക്ക് ഈ പാട്ട് ശ്രമിക്കാം. ഹല്ലേലൂയ. ലോകരാജ്യങ്ങൾ കുലുങ്ങുമ്പോൾ നിന്റെ രാജ്യമജഞ്ചലം കണ്ണു കാണുന്നവ ഉലിഞ്ഞു പോകും, കാണാത്തതോ നിത്യം. കഴിഞ്ഞ കാല ബന്ധം പൊട്ടിച്ചു നീ എന്നെ സ്വതന്ത്രനാക്കി, ഇപ്പോഴത്തെ കാലത്ത് വിശുദ്ധിയിൽ നടക്കുവാൻ വിളിച്ചു. കണ്ണീരും നിലവിളിയും നീ കാണാതെ പോയില്ല നിന്റെ സന്നിധിയിൽ. എന്റെ ആത്മാവ് ഉണർന്നു ലോകം മങ്ങുമ്പോൾ നീ വെളിച്ചമായി വന്നു. ഭൂമി മാറിയാലും നിന്റെ വാക്കുമാരില്ല. ഞാൻ കുലുങ്ങുന്ന രാജ്യമല്ല, കുലുങ്ങാത്ത രാജ്യം സ്വീകരിക്കുന്നു. ഈ നിമിഷം ഞാൻ നിനക്കായി വെളിപ്പെടുന്നു, നിത്യത്തിനായി എന്റെ ജീവിതമൊരുക്കുന്നു. യേശുവേ നീ മതി, നീ മാത്രം മതി. Amen. Jesus. Hallelujah. Amen. Thank you, Lord Jesus. എത്ര പേർക്ക് ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ ആ നിത്യതയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഈ നിമിഷം ഞാൻ നിനക്കായി വേർപെടുന്നു, നിത്യ ജീവിതത്തിനായി എന്റെ ജീവിതം ഞാൻ ഒരുക്കുന്നു. യേശുവേ നീ മതി, നീ മാത്രം മതി. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും വരാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും സ്നേഹതീരം ഫാമിലിയുടെ ആമേൻ അതിരാവിലെ തിരുസന്നിധി രാത്രി കൂട്ടായ്മയിലൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ആമേൻ ദൈവവചനം എത്തിക്കുവാൻ കൃപയാൽ എന്നെ നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോകരാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിലും ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവരുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവം എനിക്ക് നൽകിയ ദൈവവചനം പങ്കിട്ട് അവൻ പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലം സാധാരണ കാലമല്ല, പ്രവചനങ്ങളുടെ സംഗമ കാലമാണ്. ലോകരാജ്യങ്ങൾ രാഷ്ട്രീയമായി കുലുങ്ങുന്നു, സാമ്പത്തികമായി തകരുന്നു, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കലാപങ്ങളും വർദ്ധിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം വളരെ ശക്തമായും വ്യക്തമായും നമ്മെ പഠിപ്പിക്കുന്ന നമ്മെ കേൾപ്പിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ആമേൻ. ഇന്ന് രാത്രി ആ വചനം വായിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ എന്റെ അകത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം 6-7 വാക്യം.
യുദ്ധങ്ങളെയും യുദ്ധ ശ്രുതികളെയും നിങ്ങൾ കേൾക്കും. ആമേൻ. രാജ്യത്തിനെതിരെയും ജാതിക്കെതിരെയും എഴുന്നേൽക്കും. ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം 24-ാം അധ്യായം 6-7 വാക്യമാണ് ഇന്ന് രാത്രി നാം വായിച്ചിരിക്കുന്നത്. പലപ്പോഴായി ഈ വേദഭാഗം നാം ചിന്തിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വീണ്ടും ഈ വചനത്തിലൂടെ നമ്മോട് ഇടപെടുവാൻ പോകുകയാണ്, നമ്മോട് സംസാരിക്കുവാൻ പോകുകയാണ്. വളരെ പ്രാപ്തനോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആമേൻ ഹൃദയങ്ങളോട്, ആമേൻ ജീവിതങ്ങളോട്, തലമുറകളോട് ഈ കാലഘട്ടങ്ങൾക്കനുസൃതമായി പ്രവചനാത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വായിച്ചാല് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ ഇത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. സഭേ, ഇത് ഒരു ആമേൻ അതെ കേരള മലയാള ന്യൂസിനകത്ത് വരുന്ന ഒരു ന്യൂസ് അല്ല കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് മലയാളത്തിലും ഇതര ഭാഷകളിലും ഒരുപാട് ന്യൂസ് ചാനലുകളുണ്ട്. ആ ചാനലിൽ വരുന്ന ഒരു വാർത്തയല്ല, സത്യ വേദ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായും ശക്തമായും രേഖപ്പെടുത്തിയിരിക്കുന്ന വചനമാണ്. ഇതൊരു വാർത്തയല്ല, ഇത് ഒരു പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ആമേൻ ദൈവം നിങ്ങളോട് പ്രവചനാത്മാവിൽ ആമേൻ അതെ തന്റെ ശബ്ദം കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനങ്ങൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നിന്നോടും അരുളി ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. അവൻ ഇന്ന് രാത്രി നാം വായിച്ചു കേട്ട തിരുവചനം വെറും ഒരു വാർത്തയല്ല, ഇതൊരു പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭൂമിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ആമേൻ ഭയത്താൽ മനുഷ്യരുടെ ഹൃദയം ക്ഷീണിച്ചു പോകും. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കുവാൻ പോകുന്നു എന്ന് പേടിച്ചു നോക്കി പാർത്ത് കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, അവൻ ഭൂമിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഭയത്താൽ മനുഷ്യരുടെ ഹൃദയം എന്ത് ചെയ്യുന്നു? ക്ഷീണിച്ചു പോകുന്നു. ഇന്ന് പകലിലും അനേകര് ക്ഷീണിച്ചു പോയപ്പോ, ഇന്നലകളിൽ അനേകര് ക്ഷീണിച്ചു പോയപ്പോ അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തിയെ കൊടുക്കുന്ന ദൈവം നിന്നെ ശക്തീകരിച്ചെങ്കിൽ, നിന്നെ ബലപ്പെടുത്തിയെങ്കിൽ അവൻ ആ കൃപ അനുഭവിക്കുന്ന ദൈവജനം കരമടിച്ചെന്നോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. അവൻ വരാനിരിക്കുന്ന എവിടെ? ഭൂമിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഭയത്താൽ ആമേൻ ഇന്നും ആമേൻ അനേകര് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാ ഇന്നത്തെ തലമുറ. ആമേൻ അതെ ഭയപ്പെട്ടിരിക്കുമ്പോ ആമേൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭയപ്പെടുത്തുന്ന സമാനമാകുന്ന വിഷയങ്ങൾ കടന്നു വന്നപ്പോ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാ, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുടെ വലങ്കരത്തിൽ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതരായിരുന്ന ദൈവജനമേ, തലമുറകൾ ആമേൻ ഇന്നത്തെ ലോകത്തിൽ അനേകന് ഭയപ്പെട്ട് ഇരിക്കുമ്പോ അതേ വചനം പറയുന്നു, ഭൂമിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഭയത്താൽ മനുഷ്യരുടെ ഹൃദയം
ക്ഷീണിച്ചു പോകും. ഇന്ന് പകലിലും അനേകർ ക്ഷീണിച്ചു പോയപ്പോ, ആമേൻ, ഇന്നലകളിൽ അനേകർ ക്ഷീണിച്ചു പോയപ്പോ, ആമേൻ, അവർ ജീവിതം അവസാനിപ്പിക്കുവാനിടയായി. എത്രയോ പ്രാവശ്യം നിന്റെ ഹൃദയത്തെ ക്ഷീണിപ്പിക്കത്തക്ക വിധത്തിൽ പലതും നിന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോ, അത് രോഗമായിട്ട്, അത് സാമ്പത്തിക നഷ്ടമായിട്ട്, അത് ശാരീരിക രോഗമായിട്ട് ഇന്നലകളിൽ കടന്നു വന്നപ്പോ നീ തകർന്നു പോകാതെ നിൽക്കുവാൻ ഇടയായി തീർന്നത് നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, അത് ഉന്നതത്തിലെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യരുടെ ഹൃദയം ക്ഷീണിച്ചു പോകും. ഹല്ലേലൂയ. എന്നാ ഇന്ന് ആമേൻ ഈ ലൈവിൽ ആമേൻ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ഭയം വിതയ്ക്കാൻ അല്ല, ആമേൻ, ലോകത്തെ ഉയർത്തിപ്പിടിക്കാനല്ല, ദൈവ രാജ്യങ്ങളിലേക്ക് മനുഷ്യനെ ആമേൻ തിരിക്കുവാൻ, ആ ദൈവ രാജ്യത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുവാൻ ഇന്ന് രാത്രി ആ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ചില ജീവിതങ്ങളിലേക്ക്, ചില കുടുംബങ്ങളിലേക്ക്, ചില തലമുറകളിലേക്ക് ഇന്ന് രാത്രി സ്വർഗം പകരുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവ രാജ്യത്തിലേക്ക് മനുഷ്യനെ വിളിക്കാനാണ് അവൻ ഇന്ന് രാത്രി തിരുവചനം ആമേൻ അതേ ഹല്ലേലൂയ വെളിപ്പെടുത്തുന്നത്. അവൻ സഭാപ്രസംഗി 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ അവൻ ഇങ്ങനെ കാണുന്നു, സകലത്തിനും ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് അല്പം നേരത്തെ ലൈവ് തുടങ്ങിയത് കൊണ്ട് അവൻ പലരും അവൻ പഴയ സമയത്ത് കയറാനായിട്ട് നോക്കിയിരിക്കുകയാണ്. അവൻ എന്നാൽ അവൻ വചനത്തിൽ പറയുന്നു, സകലത്തിനും ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അവൻ ആകാശത്തിന് കീഴെ എല്ലാ കാര്യത്തിനും ഒരു കാലമുണ്ട്. വായിച്ചേ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ഹല്ലേലൂയ. അവൻ ആ കാലങ്ങളെ കുറിച്ച് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അവൻ ഞാൻ അവിടേക്ക് പോകുന്നില്ല. ലോക രാജ്യങ്ങൾക്ക് കാലമുണ്ട്. ഹല്ലേലൂയ. അവൻ ലോക രാജ്യങ്ങളിൽ ഓരോ കാര്യങ്ങളും അവൻ ചെയ്യുവാനായിട്ട് സമയങ്ങൾ എന്ത് ചെയ്യുന്നു, അവൻ നിശ്ചയിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിനും കാലമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ദൈവ രാജ്യം എന്ന് പറയുന്നത് അവൻ നിത്യമാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ കാലത്തിന്റെ കണക്കുകൾ എന്തിനാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? അവൻ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു കെട്ടിടം പണി തുടങ്ങുന്നതിനും അത് പൂർത്തീകരിക്കുന്നതിനും അതിനകത്ത് അവൻ അതെ ഇനോഗ്രേറ്റ് ചെയ്ത് പ്രവേശിക്കുന്നതിനും അവൻ ഒരു കൺവെൻഷൻ അവൻ തുടങ്ങുന്നതിനും അവസാനിപ്പിക്കുന്നതിനും അവൻ ഒരു പാട്ട് അവൻ തുടങ്ങുന്നതിനും അവസാനിപ്പിക്കുന്നതിനും പ്രോഗ്രാമിനെല്ലാം ടൈം അത് സെറ്റ് ചെയ്തിട്ടാ അല്ലേ? ഹല്ലേലൂയ. എന്നാൽ ദൈവരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവൻ ടൈം സെറ്റ് ചെയ്തിട്ടില്ല. അവൻ കർത്താവ് കാഹളം മുഴക്കുമ്പോൾ സഭ ഇവിടുന്ന് എടുക്കപ്പെടണമെങ്കിൽ ഹല്ലേലൂയ കാഹളം മുഴങ്ങുന്നത് കേൾക്കുവാൻ ഇടയാകണം. ആമേൻ. ഹല്ലേലൂയ. മനുഷ്യപുത്രൻ എപ്പോൾ വരുമെന്നുള്ളത് ആമേൻ പുത്രന് പോലും അറിയത്തില്ല. അത് ദൈവത്തിന്റെ ഹൃദയത്തിൽ ആമേൻ സീക്രട്ട് ആയിട്ടിരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിലും കാലമുണ്ട്. പക്ഷേ ദൈവരാജ്യം എന്ന് പറയുന്നത് നിത്യമാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ഈ ലോകത്തിന്റെ അവസാനം ആമേൻ എൻഡിങ് ടൈം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് അവൻ എപ്പോഴാണെന്നുള്ള ആ കൃത്യ സമയത്തെ കുറിച്ച് നമുക്കാർക്കും ഒരു ഗ്രാഹ്യവുമില്ല. ഹല്ലേലൂയ. എന്നാൽ അവൻ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ലോക രാജ്യങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായും ശക്തമായും അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോക രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? കുലുങ്ങുന്നു. അവൻ രാജ്യത്തോട് എന്ത് ചെയ്യുന്നു? അതല്ലേ നമ്മൾ മത്തായി സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാൻ ഇടയായി തീർന്നത്. അവൻ ലോക രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? കുലുങ്ങുന്നു. ഹല്ലേലൂയ. ആമേൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം ആമേൻ ഇങ്ങനെ നാം വായിക്കുന്നു, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. ആമേൻ. അതെ, രാജാക്കളെ നീക്കുന്നു. ആമേൻ. രാജാക്കളെ സ്ഥാപിക്കുന്നു. വായിച്ചേ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു.
അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ലോകത്തിന്റെ നിയന്ത്രണം ആമേൻ ഒരു പ്രസിഡന്റിന്റെ ആമേൻ ഹല്ലേലൂയ കയ്യിലൂടെയോ ഹല്ലേലൂയ ആമേൻ അല്ലെ രാജാക്കളുടെ കയ്യ ആമേൻ അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണേ, ലോകത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഹല്ലേലൂയ. ആമേൻ. ഈ ലോകം ആമേൻ ഹല്ലേലൂയ എങ്ങനെ ഉണ്ടായി? ആമേൻ. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ആമേൻ ഹല്ലേലൂയ. ഈ ഉണ്ടായ ലോകത്തിൽ പ്രപഞ്ചത്തിൽ മനുഷ്യൻ പല നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ ആമേൻ ദൈവം സൃഷ്ടിച്ച ഭൂമിയെ നിയന്ത്രിക്കുവാൻ ഉലകത്തിലെ ഒരു നിയമങ്ങൾക്കും എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രസിഡന്റുകളുടെയോ രാജാക്കളുടെയോ കയ്യാലല്ല, ദൈവത്തിന്റെ കയ്യാലാണ് ഈ ലോകത്തിന്റെ നിയന്ത്രണം. ഹല്ലേലൂയ. ആമേൻ. സൂര്യൻ, ആമേൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഹല്ലേലൂയ, പ്രകൃതി, അല്ലെ, കടൽ, ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതി നിശ്ചയിച്ചവൻ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ആമേൻ അതേ ഭരണ സംവിധാനം തിരിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ടെങ്കിലും ലോകത്തെ നിയന്ത്രിക്കുവാൻ ഇവിടുത്തെ ഒരു ഭരണ സംവിധാനങ്ങൾക്കും എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. ആമേൻ. ലോകത്തെ ആമേൻ ഓരോ പാർട്ടികളാക്കി ആമേൻ ഓരോ രാജ്യങ്ങളെയും ഓരോരുത്തരുടെ കയ്യിൽ എന്ത് ചെയ്യുക, വിഭജിച്ച് അവരുടേതായ ആമേൻ നിയമങ്ങൾ കൊണ്ടുവന്ന് തമ്മിലടിക്കുകയാ. ഹല്ലേലൂയ. എന്നാൽ ലോകത്തിന്റെ നിയന്ത്രണം ഇവിടുത്തെ ഒരു പ്രസിഡന്റിന്റെ കയ്യിലല്ല, അവൻ ഇവിടുത്തെ ഒരു രാജാവിന്റെ കയ്യിലല്ല, പിന്നെ ലോകത്തിന്റെ നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 46:6 ഇങ്ങനെ വായിക്കുന്നു. ആമേൻ. ജാതികൾ കോപിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി. ആമേൻ. ഇന്നത്തെ ലോകം നോക്കൂ, ശക്തരെന്ന് പറഞ്ഞ സാമ്രാജ്യങ്ങൾ തളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഹല്ലേലൂയ. വായിച്ചേ. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി. അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. നോക്കിക്കേ, ജാതികൾ കോപിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി. അവൻ ഇന്നത്തെ സമകാലിക സംഭവങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ഹല്ലേലൂയ ശക്തരെന്ന് പറഞ്ഞ പലരും തളർന്നുപോയി, പലരും തകർന്നുപോയി. ഇന്നലകളിൽ ശക്തി കാണിച്ചവർ, ഇന്നലകളിൽ ശക്തരെന്ന് തെളിയിക്കുവാൻ ശ്രമിച്ചവർ പരാജയപ്പെട്ടു. ഹല്ലേലൂയ. സാമ്പത്തിക സംവിധാനങ്ങൾ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ ഭാവിയെ പേടിക്കുകയാണ്. ഹല്ലേലൂയ. ലോകരാജ്യങ്ങൾ നാളെയെ കുറിച്ച് പേടിക്കുകയാ. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറ നാളെയെ കുറിച്ച് ചിന്തിച്ച് ഭയപ്പെടുകയാ. ആമേൻ. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇവയെല്ലാം പ്രസവ വേദനകളുടെ ആരംഭമത്രേ. ഹല്ലേലൂയ. വായിച്ചേ. ആമേൻ. ഹല്ലേലൂയ. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ആമേൻ. ഈറ്റുനോവ് അല്ലെ, ഇവയെല്ലാം പ്രസവ വേദനകളുടെ ആരംഭമത്രേ. ഹല്ലേലൂയ. ആമേൻ. പ്രസവ വേദന ഉണ്ടെങ്കിൽ ആമേൻ ഒരു പുതിയ തലമുറ ആമേൻ ഹല്ലേലൂയ ജനിക്കാനായിട്ട് പോവുക അല്ലെ. ഒരു പുതിയ കാലം. ആമേൻ. ആമേൻ. ഒരു സ്ത്രീ പ്രസവ വേദന അനുഭവിക്കുമ്പോൾ ആമേൻ ഈ ഭൂമിയിൽ ഒരു പുതിയ തലമുറ ജനിക്കുവാനായി പോകുകയാ അല്ലെ. അങ്ങനെയെങ്കിൽ ഇവിടെ ആമേൻ ഈ ലോകത്ത് സമാനമായ ഒരു വേദന
ആമേൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ ഒരു പുതിയ ലോകം, ഒരു പുതിയ കാലം ജനിക്കാനിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ആത്മാവ് നമ്മെ ഹല്ലേലൂയ മനുഷ്യ ജീവിതത്തിന്റെ കാലങ്ങളിലേക്ക്, ഹല്ലേലൂയ, ഇന്ന് രാത്രി മനുഷ്യനോടുള്ള ബന്ധത്തിൽ ചില കാലങ്ങളുണ്ട്. സഭാപ്രസംഗി ആമേൻ അതേ എഴുതിയ പുസ്തകത്തിനകത്ത് കാലങ്ങളെ കുറിച്ച് ആമേൻ നമ്മൾ കേൾക്കുവാനിടയായി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ കാലങ്ങളിലേക്ക് ആമേൻ ഇറങ്ങി വന്ന് ഇടപെടുവാൻ പോകുകയാണ്. ഇന്ന് നീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി സ്വർഗം ഇടപെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ ആദ്യ കാലം, ആമേൻ കഴിഞ്ഞു പോയ കാലം. അല്ലേ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ 3 കാലങ്ങളുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇന്നലകളിൽ കഴിഞ്ഞു പോയ കാലം, അതാണ് ആദ്യ കാലം. ഹല്ലേലൂയ. എന്താണ് പാസ്റ്റ്? ഹല്ലേലൂയ. ആമേൻ കഴിഞ്ഞു പോയ കാലം. ഇന്ന് രാത്രിയിലും കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഉണ്ടായ ചില തിക്ത അനുഭവങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവന്ന് ആമേൻ പലപ്പോഴും കണ്ണുനീരും ദുഃഖവും നിരാശയും പേറി കഴിയുന്ന ചില ജീവിതങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കാണുകയാ. ഇന്നലകളിൽ ആമേൻ നഷ്ടപ്പെട്ട പലതും, ഇന്നലകളിൽ അപഹരിച്ച പലതും, ഇന്നലകളിൽ നീ പ്രതീക്ഷിച്ചത്, ഇന്നലകളിൽ ആമേൻ നീ സ്വപ്നം കണ്ടത്, ആമേൻ ഹല്ലേലൂയ, ആ കഴിഞ്ഞു പോയ കാലങ്ങളിൽ ആമേൻ നടക്കാതെ പോയത്, ലഭിക്കാതെ പോയത്, ആമേൻ ഹല്ലേലൂയ, അർഹതപ്പെട്ടത്, ആമേൻ നഷ്ടപ്പെട്ടത്, അത് ഭാരമായി ബന്ധനമായി ഇന്ന് രാത്രിയിലും ആമേൻ കണ്ണുനീരോടും ദുഃഖത്തോടും നിരാശയോടും ആമേൻ ആയിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ 3 കാലങ്ങൾ. അതില് കഴിഞ്ഞു പോയ കാലം, ഹല്ലേലൂയ, ഭൂതകാലം, ഹല്ലേലൂയ, ആമേൻ ബന്ധനം, ഹല്ലേലൂയ, അല്ലേ, ആമേൻ നമുക്ക് ലഭിക്കേണ്ട പലതിനെയും ആമേൻ പലരും പിടിച്ചു വെച്ചു. ആമേൻ അർഹതപ്പെട്ട പലതും നമുക്ക് ലഭിക്കാതെ കണ്ട് അതിനെ തടഞ്ഞു വെച്ചു. അതിന് ആമേൻ അതേ പറയുന്ന ആമേൻ ഒരു വേടാണ് ബന്ധനം. ഇപ്പൊ ബന്ധനം അഴിക്കാനൊക്കെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. ഹല്ലേലൂയ. ആമേൻ അതേ ബന്ധിതരായിരിക്കുന്നവരെ മോചിപ്പിക്കാൻ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് തിരുവചനം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നലകളിൽ നിന്റെ നന്മയെ ബന്ധിച്ച് ആമേൻ നിന്റെ സന്തോഷത്തെ ഇല്ലാതാക്കിയ ആ മേഖലകൾക്കകത്ത് നിന്ന് ഒരു വിടുതൽ നൽകുവാൻ ആമേൻ അതേ വചനമായവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവന്റെ സാന്നിധ്യം എത്ര പേർ അനുഭവിക്കുന്നുണ്ട്. അവൻ ഇന്നലകളിലെ നഷ്ടത്തെ ഓർത്ത്, ഇന്നലകളിലെ കഷ്ടത്തെ ഓർത്ത്, ഇന്നലകളിലെ വേദനകളെ ഓർത്ത് ഇന്ന് നീ ഇരിക്കേണ്ട. ആമേൻ ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യനായി വെളിപ്പെടുന്ന ആ നല്ല കർത്താവ്, ആദ്യനും അന്ത്യനുമായവൻ, അൽഫയും ഒമേഗയുമായവൻ ഇന്ന് രാത്രി 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ഉലാവുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം എത്ര പേർ അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മനുഷ്യന്റെ ഏറ്റവും വലിയ പോരാട്ടം എന്തെന്നറിയാമോ? കഴിഞ്ഞു പോയ ആ കാലത്തോടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആരൊക്കെയോ ഇരുന്ന് പോരാടുക. അന്ന് എനിക്ക് ലഭിക്കേണ്ട നന്മ അവൻ ഇന്നും തരാതെ കണ്ട് വെച്ചിരിക്കുന്ന ആ മേഖലയെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ എന്റെ നഷ്ടപ്പെട്ട ജീവിതം, എന്റെ വിദ്യാഭ്യാസം അന്ന് അവരുമായിട്ട് അല്ലെ അത് പറഞ്ഞ് ഇന്നും സമയം പോക്കുകയാ. കഴിഞ്ഞ വർഷം, കഴിഞ്ഞ മാസം, കഴിഞ്ഞ 2 വർഷം മുമ്പ് ഉണ്ടായ കാര്യം പറഞ്ഞ് ഇന്നും സമയം കളയുക. അല്ലേ? സ്വത്രം. കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ചാണ് ഇന്ന് സംസാരം. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ ഹല്ലേലൂയ. ആമേൻ. എന്താണ് എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്? ആമേൻ. ഇന്നലകളിൽ നഷ്ടപ്പെട്ടത് ഓർത്ത് കരയുവാനല്ല, ഇന്നലകളിൽ ലഭ്യമാകാതെ പോയതിനെ ഓർത്ത് സമയം കളയാനല്ല, ഇന്നലകളിൽ ലഭ്യമാകാതിരുന്നപ്പോ എന്നെ തകർക്കാതെ എന്നെ നിർത്തിയ കർത്താവിന് ഇന്ന് എന്നെ കൊണ്ട് എന്തോ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്നിലൂടെ നാളെയും ഈ ഭൂമിയിൽ നടത്തുവാൻ ദൈവം ശക്തനാണെന്ന് ഉറപ്പുള്ളവർ ഇന്ന് രാത്രി ആ കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞു പോയ കാലത്തോടാണ്. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യർ ഏറ്റവും വലിയ
പോരാട്ടം നടത്തുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ 5 വർഷം എനിക്ക് ലഭിക്കാതെ പോയെങ്കിൽ ഇനി വരുന്ന 5 വർഷം എനിക്ക് ഹല്ലേലൂയ എന്ത് ചെയ്യണം? അതിനു വേണ്ടി ഹല്ലേലൂയ ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ബൈബിളിൽ നമുക്ക് നിരവധി വ്യക്തിത്വങ്ങളെ അതേ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-14 വാക്യം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രായേൽ ജനത്തെയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ആയിരിക്കുന്നത് മിസ്രൈമിലാണ്. ഹല്ലേലൂയ. വായിച്ചാട്ട്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-14 വാക്യം. എന്നാൽ ഇത് എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നിന്റെ മകൻ നാളെ നിന്നോട് ചോദിക്കുമ്പോൾ യഹോവ ബലമുള്ള കൈകൊണ്ടും അടിമവീടായ മിസ്രയീമിൽ നിന്നും ഞങ്ങളെ പുറപ്പെടുവിച്ചു. ഫറവോൻ കഠിനപ്പെട്ടു ഞങ്ങളെ വിട്ടയക്കാതിരുന്നപ്പോൾ യഹോവ മിസ്രയീമിൽ ദേശത്ത് മനുഷ്യന്റെ കടിഞ്ഞൂൽ മുതൽ മൃഗത്തിന്റെ കടിഞ്ഞൂൽ വരെയുള്ള കടിഞ്ഞൂൽ പിറവിയൊക്കെയും കൊന്നുകളഞ്ഞു. അതുകൊണ്ട് കടിഞ്ഞൂലായ ആടിനെ ഒക്കെയും ഞാൻ യഹോവയ്ക്ക് യാഗം അർപ്പിക്കുന്നു. ശ്രദ്ധിച്ചേ, 13-14 മാത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ കഠിനമായിട്ട് എന്ത് ചെയ്തു? അടിമയാക്കി. ഹല്ലേലൂയ. ആ കാലഘട്ടം എന്ന് പറയുന്നത് ആ ഫറവോന്റെ സിസ്റ്റത്തിലായിരുന്നു ലോകം. ഹല്ലേലൂയ. ലോകത്തിന്റെ സിസ്റ്റമാണ് ഫറവോൻ. ഹല്ലേലൂയ. അന്ന് ന്യായമായി ലഭിക്കേണ്ടത് കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു അധികാരം ഹല്ലേലൂയ ആരിൽ കാണുന്നു? ഫറവോനിൽ കാണുന്നു. ഹല്ലേലൂയ. ഈ ഫറവോന്റെ അതേ സിസ്റ്റമാണ് ഇന്ന് ലോകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്താ? ദൈവജനത്തെ ആരാധിക്കാൻ സ്വതന്ത്രമായി വിട്ടയക്കാതെ. ഹല്ലേലൂയ. ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നോക്കിയാലും ദൈവത്തെ ആരാധിക്കാൻ അനുവദിക്കാതെ ദൈവ മക്കൾക്ക് ലഭ്യമാകേണ്ട നന്മയെ ഹല്ലേലൂയ തടഞ്ഞ് അത് ലഭ്യമാക്കാത്ത നിലയിൽ ഹല്ലേലൂയ നോക്കണേ. ഇസ്രായേൽ മക്കളെ കഠിനമായി അടിമയാക്കി. ഇന്ന് രാത്രിയിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ന്യായമായി നിനക്ക് ലഭിക്കേണ്ട പലതും ലഭ്യമാക്കാതെ നിന്നെ തടയുന്ന നിന്നെ അടിമയാക്കി വെക്കുന്ന ഇരുളിന്റെ വ്യാപാരത്തിനകത്ത് നിന്ന് നിന്നെ പുറത്തെടുക്കുവാനാണ് സാക്ഷാൽ വെളിച്ചമായ കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. ഹല്ലേലൂയ. നോക്കിക്കേ, ഇന്ന് രാത്രിയിലും അടിമയെ പോലായിരിക്കുന്ന അനേകര്. ഹല്ലേലൂയ. നോക്ക്, ഫറവോൻ ലോകത്തിന്റെ സിസ്റ്റമാണ്. ഹല്ലേലൂയ. അടിമത്വം എന്താണെന്നറിയോ? പാപബന്ധനമാണ്. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ തലമുറകളെല്ലാം പാപത്തിൽ എന്ത് ചെയ്യുന്നു? ബന്ധിതരായിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ സിസ്റ്റത്തിനകത്ത് നിന്ന് സ്വർഗത്തിന്റെ സിസ്റ്റത്തിലേക്ക് എന്നെയും നിങ്ങളെയും നയിപ്പാൻ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവരെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞാട്ട് വായിച്ചു. യഹോവ അരുളി ചെയ്തത് മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കേട്ടോ. ഇന്ന് രാത്രി ദൈവ പൈതലേ, നിന്നെ കഷ്ടപ്പെടുത്തുന്ന നിന്നെ ഞെരുക്കുന്ന, നിന്റെ അവകാശത്തെ തടയുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന സകല മേഖലകളെയും കാണുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ. നീ ആരാധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിന്നെ വിളിച്ച ദൈവം. നിന്നെ രക്ഷിക്കുവാനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു.
ഹല്ലേലൂയ. ആമേൻ. എന്തിനാ യേശു ഇറങ്ങി വന്നത്? ഹല്ലേലൂയ. ആമേൻ. അതെ, ആ മിസ്രൈം, ആമേൻ, എന്റെ ജനമായ ഇസ്രായേല്, ആമേൻ, മിസ്രൈം, ആമേൻ, അവരെ കഠിനമായി വേദനിപ്പിക്കുന്നത്, അടിമയാക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ആമേൻ ദൈവം ആമേൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മോശയിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നുവെന്ന്. ഇന്ന് രാത്രി ദൈവവൈതലേ, നിന്റെ സങ്കടത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കഷ്ടത കാണുന്ന ഒരു ദൈവമുണ്ട്. അവൻ ന്യായമായി ലഭിക്കേണ്ടത് പിടിച്ചു വെച്ച് നിന്നെ വേദനിപ്പിക്കുന്ന അനുഭവത്തെ കണ്ടിട്ട് കാണാത്തവനെ പോലെ മാറിപ്പോകുന്ന ഒരു ദൈവമല്ല. ഇന്ന് രാത്രി നമ്മുടെ കഷ്ടതകളെ കാണുന്ന, നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന, നമ്മുടെ നിലവിളിയെ ശ്രദ്ധിക്കുന്ന ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. അവരെ മിസ്രൈമിന്റെ കയ്യിൽ നിന്നും വിടുവിപ്പാനും ആ ദേശത്തു നിന്നും നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ, അമോര്യർ, ഫെരിസിയർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ആമേൻ. നോക്കിക്കേ, ഹല്ലേലൂയ. കഷ്ടത കണ്ടിട്ട്, ആമേൻ, നിലവിളി കേട്ടിട്ട്, സങ്കടങ്ങൾ അറിഞ്ഞിട്ട് മൈൻഡ് ചെയ്യാത്ത ഒരു ദൈവമല്ല. കഷ്ടത കണ്ടിട്ട്, സങ്കടങ്ങൾ അറിഞ്ഞിട്ട്, നിലവിളി കേട്ടിട്ട് ഇറങ്ങി വന്നൊരു ദൈവമാ. ഹല്ലേലൂയ. എന്തിനാ ഇറങ്ങി വന്നേ? അവൻ വിടുവിക്കാനാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ സാന്നിധ്യം അവൻ നിന്റെ ജീവിതത്തിൽ അവൻ അയക്കുവാൻ ശക്തനാണ്. അവൻ നിന്റെ തലമുറകളിൽ അയക്കുവാൻ ദൈവം ശക്തനാണ്. അവൻ നിലവിളിക്കുന്ന തലമുറയുണ്ടോ? നിലവിളിക്കുന്ന മാതാക്കളുണ്ടോ? നിലവിളിക്കുന്ന പിതാക്കന്മാരുണ്ടോ? അവൻ ആരൊക്കെയോ നിന്നെ വേദനിപ്പിക്കുന്നു, നിനക്ക് ലഭിക്കേണ്ട നന്മകളെ തടയുന്നു. അവൻ അതെ, അത് കണ്ടിട്ട് മൗനമായി ഇരിക്കുന്ന ഒരു ദൈവമല്ല. എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ട് അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എന്തിനാ വന്നേ? കണ്ടിട്ട് ചാറ്റ പറഞ്ഞു പോകുവാനല്ല, അവരെ വിടുവിക്കുവാനാണ്. അവൻ ദൈവം കണ്ടാൽ ദൈവം ഇറങ്ങി വരും കേട്ടോ. ഇന്ന് രാത്രി ആരും നിന്നെ കാണാതിരിക്കുന്നു, അവൻ ആരും നിന്നെ ശ്രദ്ധിക്കാതിരിക്കുന്നു. അവൻ നീ ഭാരപ്പെടേണ്ട. ദൈവവുമായിട്ട് നിനക്ക് കണക്ഷൻ ഉണ്ടോ? ദൈവവുമായിട്ട് നിനക്ക് ബന്ധമുണ്ടോ? നിന്റെ കഷ്ടത കണ്ടിട്ട് അടങ്ങിയിരിക്കുന്നവനല്ല. അയ്യോ എനിക്ക് കഷ്ടതയാണ്, അയ്യോ എനിക്ക് ബുദ്ധിമുട്ടാണ്, അയ്യോ എനിക്ക് പ്രയാസമാണ് എന്ന് പറഞ്ഞ് ഒച്ചയും ബഹളവും വെച്ചോണ്ടിരിക്കാതെ ആമേൻ, നീ ദൈവത്തോട് നിലവിളിക്കുവാൻ, നീ ദൈവത്തോട് നിന്റെ സങ്കടങ്ങൾ അറിയിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ കഷ്ടത കണ്ട് നിന്നെ വിടുവിപ്പാൻ ദൈവം ഇറങ്ങി വരും. ആമേൻ. നിനക്ക് ലഭിക്കേണ്ട നന്മയെ തടയുവാൻ ഒരു ശക്തിക്ക് ഉലകത്തിൽ കഴിയത്തില്ല. ആമേൻ. അതെ, പാതാള ഗോപുരങ്ങൾക്ക് ആമേൻ നിന്നെ തടയുവാൻ കഴിയത്തില്ല. ഞാൻ എന്റെ സഭയെ പണിയും, അവൻ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവ സഭയുടെ നാഥൻ നിന്റെ നാഥനാണെങ്കിൽ ആമേൻ, അതെ, കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, നിന്റെ നന്മയെ തടയുന്ന ആമേൻ ദുഷ്ടന്റെ പദ്ധതിയെ തകർത്ത് ദൈവിക പദ്ധതി നിനക്കായി വെളിപ്പെടുത്തുന്ന രാത്രി അവൻ വിടുതൽ സംഭവിക്കുന്നു. ദൈവം അതെ കണ്ടാൽ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി അവൻ അതെ നിന്റെ നിലവിളി ഉയരുന്നുവെങ്കിൽ, അവൻ നിന്റെ സങ്കടങ്ങൾ വർദ്ധിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, Glory to God, Jesus. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:18 ഹല്ലേലൂയ ഇങ്ങനെ വായിക്കുന്നത്, ആമേൻ, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഹല്ലേലൂയ. എത്ര ദൈവം ഇടപെട്ടാലും, എത്ര ദൈവം പറഞ്ഞാലും പിന്നെയും പണ്ടത്തെ കാര്യം. ഹല്ലേലൂയ. ആമേൻ. അതെ, മുമ്പുള്ളവയെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഓർക്കണ്ട എന്ന് പറഞ്ഞാൽ മുമ്പുള്ള കാര്യം തന്നെ ഓർക്കും, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. 10 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നോ അത് തന്നെ. ജീവിതത്തിൽ ഒരു മാറ്റം ആമേൻ ഉണ്ടാകുവാൻ ഇന്ന് രാത്രി നീ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. വായിച്ചാട്ടെ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട.
ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും, അതെ, മരുഭൂമിയിൽ ഒരു വഴിയും, നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും, നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. കൊലോസ്യ ലേഖനം ആമേൻ 1-ാം അധ്യായം 13-ാം വാക്യം ആമേൻ. അതെ, ഇങ്ങനെ അതെ നാം വായിക്കുന്നു, അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ, ആമേൻ. അവൻ നമ്മെ ഇരുട്ടിന്റെ ആധിപത്യത്തിനകത്ത് നിന്ന്, ഇരുളിന്റെ അനുഭവത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. ഇന്ന് രാത്രി ആ വിടുതൽ അനുഭവിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. അതെ, ഇസ്രായേൽ ജനത്തെ, ഇസ്രായേലിന്റെ ശക്തി ആമേൻ അതെ വരിഞ്ഞു മുറുക്കിയ സകല മേഖലയ്ക്കകത്ത് നിന്നും അവനെ വിടുവിച്ച ഒരു ദൈവം അവൻ ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി നിന്നെ ഞെരുക്കുന്ന, നിന്നെ ഭീതിപ്പെടുത്തുന്ന, നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്റെ നന്മയെ തടഞ്ഞു വെക്കുന്ന മേഖലയ്ക്കകത്തേക്ക് ഇറങ്ങി വരുവാൻ ഇടയാകണമെങ്കിൽ ആമേൻ നീ എന്ത് ചെയ്യണം? ആമേൻ നിലവിളിക്കണം. ആരോട് നിലവിളിക്കണം? ഹല്ലേലൂയ. ലോകത്തിന്റെ സിസ്റ്റങ്ങൾക്കനുസരിച്ചല്ല, ആമേൻ, സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. ഹല്ലേലൂയ. നിന്റെ സങ്കടങ്ങളെ അറിയുന്ന, നിന്റെ നിലവിളി ശ്രദ്ധിക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, നിന്റെ അവസ്ഥകളെ കാണുന്ന ഒരു ദൈവം. വായിച്ചാട്ടെ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം, പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ലോകരാജ്യങ്ങൾ ആമേൻ പഴയ ഭരണങ്ങൾ വിട്ടു പോകുന്നത് പോലെ, ആമേൻ, അല്ലെ? ലോകരാജ്യങ്ങളൊക്കെ പഴയ ഭരണം എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാ ഇഷ്ടപ്പെടാത്തെ? അത് നല്ല ഭരണമായിരുന്നത് കൊണ്ടല്ല. ഹല്ലേലൂയ. അത് നല്ല ഭരണമായിരുന്നെങ്കിൽ ആമേൻ അതിൽ തന്നെ എന്ത് ചെയ്തേനെ, തുടർന്നേനെ. അപ്പൊ ലോകരാജ്യങ്ങൾ പഴയ ഭരണങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, വിട്ടുപോകുന്നു. അതുപോലെ ദൈവം മനുഷ്യനെ പഴയ ജീവിതത്തിൽ നിന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ഇപ്പോഴത്തെ കാലം. ഹല്ലേലൂയ. അപ്പൊ പാസ്റ്റ് കഴിഞ്ഞു കേട്ടോ, ആമേൻ. ഇനി വർത്തമാനകാലം. സ്തോത്രം. ഹല്ലേലൂയ. പ്രസന്റ് ടെൻസ്. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോഴത്തെ കാലം. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോഴത്തെ കാലത്ത് എന്താ സംഭവിക്കേണ്ടത്? ആമേൻ, നീ തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. ഇന്നലകളിൽ ആമേൻ നിന്നെ ബന്ധിച്ചിരുന്ന ബന്ധനത്തിനകത്ത് നിന്ന് വിടുവിക്കുവാനാ ദൈവം ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. ആമേൻ. അതേ വിടുതൽ അനുഭവിച്ചവർ ഹല്ലേലൂയ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ആമേൻ തീരുമാനമെടുക്കണം. എന്തിനു വേണ്ടി? ഹല്ലേലൂയ. ഇപ്പോൾ നീ ജീവിക്കുന്ന നിമിഷം ഹല്ലേലൂയ നിഷ്പക്ഷമല്ല. അതാണ് നിത്യത നിശ്ചയിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധ ബൈബിളിനകത്ത് ആമേൻ അതെ ടൈം. ഹല്ലേലൂയ. അതായത് ദാനിയേൽ എന്ന് പറയുന്ന ആമേൻ ദൈവ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദാനിയേല് ആമേൻ പ്രവാസി ലോകത്തായിരുന്നത് ബാബിലോണിലാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ബാബിലോൺ കാണിക്കുന്നത് ആമേൻ ലോക സംസ്കാരമാണ്. ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന ലോകത്തിനൊരു സംസ്കാരമുണ്ട്, അല്ലെ? ഹല്ലേലൂയ. അപ്പോ ദാനിയേൽ ആയിരിക്കുന്ന ബാബിലോണിൽ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, എന്തായിരുന്നു? ആമേൻ ലോക സംസ്കാരം. ഭക്ഷണം. ഹല്ലേലൂയ. ആമേൻ. ഭക്ഷണം കഴിക്കാതെ ആരും എന്ത് ചെയ്യരുത്, മരിക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവർക്കും ആമേൻ ഭക്ഷണം എന്ത് ചെയ്യണം, ലഭിക്കണം. ആമേൻ. നമ്മുടെ കേരളത്തില് എല്ലാ ആമേൻ ജില്ലയിലും എല്ലാ പഞ്ചായത്തിലും ആമേൻ റേഷൻ കടയുണ്ട്. എന്തിനാ? ആമേൻ അവിടെ ആ പൊതുജനത്തിന് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കുവാൻ ഗവൺമെന്റ് എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നു, അല്ലെ? ആമേൻ. കേന്ദ്ര സർക്കാരും ഹല്ലേലൂയ ആമേൻ നമ്മുടെ സംസ്ഥാനവും ഹല്ലേലൂയ ഒന്നിച്ച്, അല്ലെ, സ്റ്റേറ്റും ഒന്നിച്ച് ആമേൻ അതെ അതത് ആമേൻ അതെ പ്രാദേശിക സ്ഥലങ്ങളിൽ ആമേൻ റേഷൻ കടകൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്തിനാ? സ്തോത്രം. ഭക്ഷണമില്ലാതെ ആരും എന്ത് ചെയ്യരുത്, ആമേൻ മരിച്ചു വീഴരുത്.
ഹല്ലേലൂയ. ആമേൻ. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ആമേൻ ആമേൻ സംസ്ഥാനത്തിന്റെ അംഗം എന്ന നിലയിൽ ഒരു റിക്കാർഡിക്കൽ രേഖയുണ്ടെങ്കിൽ അവന് ഭക്ഷണം ആര് കൊടുക്കും? ഗവൺമെന്റ് കൊടുക്കും. ഹല്ലേലൂയ. പിന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എല്ലാ ജില്ലകളിലും, എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ വാർഡുകളിലും എന്തുണ്ട്? സ്കൂളുകളുണ്ട്. അല്ലെ? ആമേൻ. ഭാഷയില്ലാതെ കണ്ട്, വിദ്യാഭ്യാസം ഇല്ലാതെ കൊണ്ട് തലമുറ നശിക്കരുത്. അല്ലെ? അതുകൊണ്ട് സാക്ഷര കേരളം, സുന്ദര കേരളം എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. അല്ലെ? ഹല്ലേലൂയ. നോക്കിക്കേ, ഭക്ഷണം സുലഭം, ഭാഷ, അല്ലെ? വളരുന്ന തലമുറയ്ക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള ആമേൻ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ലോകത്ത്, അല്ലെ, ഓരോ ദിവസവും ടെക്നോളജികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഹല്ലേലൂയ. പിന്നെ വിശ്വാസം, അതല്ലേ എല്ലാം, അല്ലെ? സ്തോത്രം. അപ്പൊ ഭക്ഷണം, ഭാഷ, വിശ്വാസം. ആമേൻ. അതെ, വിശ്വാസം ആമേൻ വരുത്തി തീർക്കാനായിട്ട് പലരും പല മോഹന സുന്ദര വാഗ്ദാനങ്ങളൊക്കെ നൽകി എന്ത് ചെയ്യും? ആമേൻ. പലരെയും ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ? ഞാൻ വിശ്വസിച്ചു പോയി, എന്നെ ചതിക്കുമെന്ന് ഞാൻ എന്ത് ചെയ്തില്ല. ചതിയിൽപ്പെട്ടവരൊക്കെ ചതിയിൽപ്പെട്ട് കഴിഞ്ഞപ്പോ, വർഷങ്ങൾ കഴിഞ്ഞപ്പോ ചതിച്ചു, വധിച്ചു. അല്ലെ? അപ്പോ ലോകത്തിന്റെ സംസ്കാരം എന്താ? ഭക്ഷണം, വിദ്യാഭ്യാസം, പിന്നെ വിശ്വാസം. ഹല്ലേലൂയ. ഈ ഭക്ഷണം കൊണ്ടും ഭാഷ കൊണ്ടും വിശ്വാസം കൊണ്ടും എല്ലാം മാറ്റാൻ എന്ത് ചെയ്തു? ശ്രമിച്ചു. ഹല്ലേലൂയ. നോക്കിക്കേ, ബാബേൽ രാജ്യം ദാനിയേലിന്റെ ജീവിതത്തെ മാറിക്കാൻ ആമേൻ ശ്രമിച്ചത് ഒന്ന് ഭക്ഷണത്തിലൂടെയാണ്. സുലഭമായ, രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ദാനിയേലിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. ദാനിയേൽ ഒരു കാര്യം മനസ്സിലായി, ഈ ഭക്ഷണം ഞാൻ കഴിച്ചാൽ, ആമേൻ, ഈ പാനീയം ഞാൻ കുടിച്ചാൽ ഞാൻ അശുദ്ധനാകും. ആമേൻ. ഏദനിൽ ആദം ഹവ്വ ദമ്പതിമാർ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട് അതേ ലജ്ജാകരമായ അവസ്ഥയിൽ ആമേൻ അതേ വിയർപ്പൊഴുക്കി ആമേൻ കഷ്ടതയുടെ ആ കഠിനധ്വാനം കൊണ്ട് ജീവിതം തള്ളി നീക്കേണ്ടി വന്നത് ആമേൻ നിയമലംഘനമാണ്. ആമേൻ. അതെ, ആ പഴം ആമേൻ കൊണ്ടു കൊടുത്തു, ആ പഴം കഴിച്ചു. അത് മുഖാന്തരമായി ആമേൻ ദൈവ സാന്നിധ്യം അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു. അല്ലെ? ഹല്ലേലൂയ. അപ്പൊ അവിടെയും ആമേൻ ആഹാരത്തെയാണ് ഹൈലൈറ്റ് ആക്കി കൊണ്ടുവന്നത്. നമുക്കറിയാം, ആമേൻ യേശു കർത്താവിനെ ആമേൻ പരീക്ഷിക്കാനായിട്ട് ഹൈലൈറ്റ് ആക്കി കൊണ്ടുവന്നത് എന്താ? ആമേൻ, നിനക്ക് വിശക്കുന്നില്ലേ? കല്ലിനോട് അപ്പമാകാൻ പറ. ആമേൻ. ഇന്നത്തെ തലമുറയും ഭക്ഷണപ്രിയത്തോട്, അല്ലെ, രുചികരമായ പല പേരുകളിൽ അറിയപ്പെടുന്ന ഭക്ഷണങ്ങളെ പരസ്യത്തിലൂടെ കണ്ട് അത് കഴിച്ച് ആമേൻ ജീവിതം ആമേൻ നരകമായി കൊണ്ടിരിക്കുകയാണ്, തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ സംസ്കാരം, അല്ലെ, ബാബിലോണിയ സംസ്കാരം, ഒന്ന് ഭക്ഷണം, രണ്ട് ഭാഷ, അവൻ പുതിയ ടെക്നോളജികൾ, അവൻ പുതിയ പഠനങ്ങൾ, അല്ലെ, ആമേൻ ഹോസ്പിറ്റൽ മേഖല, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജികൾ, അല്ലെ, പണ്ടൊക്കെ അനസ്തേഷ്യ കൊടുത്ത് അവൻ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരുന്നെടുത്ത ഇപ്പൊ അനസ്തേഷ്യ കൂടാതെ, അല്ലെ, ചിരിച്ചോണ്ട് സംസാരിച്ചോണ്ട് എന്തിനീ അടുത്ത കാലത്ത് കണ്ടു ആമേൻ അതെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറും ആമേൻ ഓപ്പറേഷൻ വിധേയായിരിക്കുന്ന രോഗിയും ഒരു ക്രിസ്ത്യൻ സോങ് ഒരുമിച്ച് പാടുകയാണ്. നോക്കിക്കേ, ലോകത്തിന്റെ സംസ്കാരം, ഭക്ഷണം, ഭാഷ, വിശ്വാസം, ഇത് മൂന്നും കൂടെ ദാനിയേലിനെ അവൻ മാറ്റാനായിട്ട് ശ്രമിച്ചു. കേട്ടോ? ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഭക്ഷണം കൊണ്ടും ഭാഷ കൊണ്ടും വിശ്വാസം കൊണ്ടും തകർക്കാൻ നോക്കുന്ന ലോക സംസ്കാരം ദൈവ സഭയ്ക്കകത്ത് കടന്നുകൂടി എന്ന് പറയുമ്പോ എത്ര പേർ അത് തിരിച്ചറിഞ്ഞ് അതേ മാനസാന്തരപ്പെടുവാൻ ഇടയാകും. ഹല്ലേലൂയ.
ആത്മീയ മേഖലകളിൽ ഭക്ഷണത്തിനും അതേ ഭാഷയ്ക്കും വിശ്വാസത്തിനും ഹല്ലേലൂയ ഇടം കൊടുത്ത് ആമേൻ അതേ അശുദ്ധി ആമേൻ വരുത്തി അനേകരെ നിത്യതയിൽ നിന്ന് നിത്യനാശത്തിലേക്ക് അതേ ദുഷ്ടനായവൻ വലിച്ചിഴച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഹല്ലേലൂയ ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, ദാനിയേൽ തന്നെ അശുദ്ധനാക്കാതിരിക്കുമെന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. വായിച്ചേ. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും അശുദ്ധനാകിയില്ല. എങ്ങനെ? തന്നെത്താൻ അശുദ്ധനാകിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച തനിക്ക് അശുദ്ധി ഭവിക്കാൻ ഇടവരുത്തരുത് എന്ന് ശരണാധിപനോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ. ദാനിയേൽ എന്തിനാ ഹൃദയത്തില് ആമേൻ തീരുമാനമെടുത്തത്? എന്തിനാണ് നിശ്ചയിച്ചത്? എന്തിനാണ് ഉറച്ചത്? ഹല്ലേലൂയ. ഇന്നത്തെ തലമുറ എന്തിനു വേണ്ടിയാ ഹല്ലേലൂയ തീരുമാനമെടുക്കുന്നത്? ആമേൻ. ദാനിയേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ കാലഘട്ടങ്ങളിൽ ബാബിലോണിയ സംസ്കാരം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ആമേൻ ഭക്ഷണത്തിന്റെയും ഭാഷയുടെയും ആമേൻ അതുപോലെ തന്നെ ഹല്ലേലൂയ വിശ്വാസത്തിന്റെയും പേരിൽ അവനെ തകർക്കുവാൻ ആമേൻ ഇന്നലകളിൽ ആമേൻ അതേ ഭരണകൂടം ശ്രമിച്ചപ്പോൾ ആമേൻ അതേ വർത്തമാനകാലം പ്രസന്റ്ലി അവൻ തീരുമാനിച്ചു, ഇല്ല, ഞാൻ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കും. ഹല്ലേലൂയ. അതേ ലോകത്തിൽ ജീവിച്ചിട്ടും ലോകത്തിൻ്റെത് കാത്തിരിക്കുക അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിൽ നിന്ന് എന്ത് ലഭ്യമാകും, എന്ത് കിട്ടും, അത് നേടണമെന്നല്ല ആമേൻ ദാനിയേൽ എന്ത് ചെയ്തത്? ഹല്ലേലൂയ. അതേ ലോകത്തിൽ ജീവിച്ചിട്ടും ആമേൻ ലോകത്തിൻ്റെത് ഹല്ലേലൂയ അവൻ കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഹല്ലേലൂയ നാം വായിച്ചതാണ്. ആമേൻ. അതേ ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല, കർത്താവിനെ കാണുവാൻ കഴിയുകയില്ല. എബ്രായ ലേഖനം 12-ാം അധ്യായം ആമേൻ ഹല്ലേലൂയ 14-ാം വാക്യം. എല്ലാവരോടും സമാധാനം ആചരിച്ചും ശുദ്ധീകരണം പ്രാപിപ്പ. ഇതെല്ലാ രാത്രിയിലും പരിശുദ്ധാത്മാവ് ആമേൻ വായിച്ചു കേൾപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? ഹല്ലേലൂയ. നിന്നെ മാനിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. പക്ഷെ നീ എല്ലാവരോടും സമാധാനത്തോടായിരിക്കുന്നില്ല. ഹല്ലേലൂയ. എല്ലാവരോടും സമാധാനത്തോടായിരിക്കാൻ നീ എന്ത് ചെയ്യണം? ശ്രമിക്കണം. ഹല്ലേലൂയ. ആമേൻ. കുഴപ്പം ഉണ്ടാക്കാനല്ല ശ്രമിക്കേണ്ടത്, എന്തെങ്കിലും കാരണം കുത്തിപ്പൊക്കി കൊണ്ടുവരാനല്ല നീ ശ്രമിക്കേണ്ടത്. ആമേൻ. പണ്ടത്തെ കാര്യം പറഞ്ഞ്, മുമ്പത്തെ കാര്യം പറഞ്ഞ് ആമേൻ നീ അസമാധാനം ഉണ്ടാക്കുവാനല്ല ശ്രമിക്കേണ്ടത്. നീ എല്ലാവരോടും സമാധാനത്തോടെ ആയിരിക്കാൻ ശ്രമിക്കണം. ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ കണ്ടാലും കർത്താവിനെ എന്ത് ചെയ്യില്ല? കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ലോകത്തിന് അനുരൂപമായി ജീവിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്, അല്ലെ? ഇന്നത്തെ ലോകത്തിന്റെ സിസ്റ്റം എന്താ? ഇന്നത്തെ ലോകത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ആഹാരം എന്താ? ഏറ്റവും കൂടുതൽ ആളുകൾ ധരിക്കുന്ന ചെരുപ്പ് ഏതാ? ഏറ്റവും കൂടുതൽ ആളുകൾ ധരിക്കുന്ന വസ്ത്രം ഏതാ? ഏറ്റവും കൂടുതൽ ആളുകൾ പണിയുന്ന വീട് ഏതാ? ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന കാർ ഏതാ? ഇതൊക്കെയാണ് ഇന്നത്തെ ആ ലോകം. ആമേൻ. ഇന്നത്തെ ജനറേഷൻ ആമേൻ എന്ത് ചെയ്യുന്നത്? ആമേൻ ശ്രദ്ധിക്കുന്നത്. ആമേൻ. വായിച്ചാട്ടെ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നത് ആമേൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിക്കാൻ ഒരു അപ്ഡേഷൻ
ആവശ്യമാണ്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോ പലർക്കും അത്ര സന്തോഷം ഉണ്ടാകത്തില്ല. കാരണം എന്താ? അയ്യോ, ഞങ്ങളുടെ മക്കളും എല്ലാം ഈ ലോകം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കാനായിട്ട് ബന്ധപ്പെടുമ്പോഴാ ഇന്ന് രാത്രി എന്ത് ചെയ്യുന്നത്? ആമേൻ. വചനം പറയുന്നത് ഈ ലോകത്തിന് എന്ത് ചെയ്യരുത്? അനുരൂപമാകരുത്. പിന്നെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ഒരു അപ്ഡേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ഭാവി ആമേൻ ശുഭകരമാകും കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. ഇന്നലകളിൽ നഷ്ടപ്പെട്ടത് 10 മടങ്ങ് വരും ദിനങ്ങളിൽ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ആമേൻ ഇന്നലകളിലെ കാര്യം പറഞ്ഞിരിക്കാതെ ഇന്ന് രാത്രി സ്വർഗം നിന്നോട് പറയുന്നത് കേട്ടിട്ട് ആമേൻ ദാനിയേലിനെ പോലെ നീ ഒരു തീരുമാനം സഡൻലി എടുത്ത് നിലനിൽക്കാമെങ്കിൽ നാളെ ഹല്ലേലൂയ അതേ ഭാവി കാലം അല്ലെ ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ ആമേൻ അതേ ഇന്നലകളിൽ ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ നാളെ ആമേൻ ഈ 3 കാലയളവിൽ ആമേൻ സംഭവിക്കേണ്ടതിനെ തടയാൻ നോക്കുന്ന ഇരുളിന്റെ വ്യാപാരങ്ങളെ തകർത്ത് ആമേൻ നിനക്ക് ലഭ്യമാകേണ്ട നന്മകളെ നൽകി തരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിച്ചു, ഈ ലോകത്തിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? അനുരൂപമാകരുത്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ സിസ്റ്റം ആമേൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആമേൻ അപ്ലൈ ചെയ്യരുത്. ഹല്ലേലൂയ. അതിനെ അനുസരിക്കരുത്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ വരാനിരിക്കുന്ന കാലത്തെ കുറിച്ച് അതെ ഫ്യൂച്ചർ ടെൻസ് അല്ലെ ഹല്ലേലൂയ ആമേൻ അതെ ഭാവി ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗം ആമേൻ ചിലരെ വിളിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അതെ വിശുദ്ധ ബൈബിളിനകത്ത് നോഹ എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തില ഹല്ലേലൂയ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വായിച്ച്, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ആമേൻ. വരാൻ പോകുന്ന കാലം ഹല്ലേലൂയ ആമേൻ ഒരു പ്രത്യാശ ഹല്ലേലൂയ ആമേൻ നമുക്ക് നൽകി തരികയാണ്. നാളെയെ കുറിച്ച് ആമേൻ മക്കളുടെ ഭാവിയെ കുറിച്ച് ആമേൻ ജീവിത പങ്കാളിയുടെ നാളെയെ കുറിച്ച് എന്തിന് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമാകുന്ന ജീവിതത്തിന്റെ നാളെയെ കുറിച്ച് ആമേൻ വിശുദ്ധ ബൈബിളിൽ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ വെളിപ്പെടുത്തുന്നു. ആമേൻ നോഹ ഹല്ലേലൂയ. ഈ നോഹയെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആമേൻ പ്രളയത്തെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. എന്താ പ്രളയം? ഹല്ലേലൂയ. എവിടെയാ പ്രളയം ഉണ്ടായത്? ഈ ലോകത്താകട്ടോ. ഹല്ലേലൂയ, ആമേൻ. ഈ പ്രളയം ഉണ്ടാകുന്നതിന് മുമ്പ് ആമേൻ കൃപ ലഭിച്ച നോഹ ആമേൻ ഇതുപോലെ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ച്? ഹല്ലേലൂയ, അതേ പ്രളയം ഉണ്ടാകാൻ പോകുകയാ. ഈ ആമേൻ പ്രളയത്തിൽ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ആമേൻ പെട്ടകത്തിൽ എന്ത് ചെയ്യണം? പ്രവേശിക്കണം. ഹല്ലേലൂയ, ആമേൻ. അതേ മുന്നറിയിപ്പുകളെ അവഗണിച്ച സകലരും പാപത്തിൽ ആമേൻ മുങ്ങി തകരുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, നോഹയ്ക്ക് യഹോവയുടെ കൃപ എന്ത് ചെയ്തു? ലഭിച്ചു. ഹല്ലേലൂയ, ആമേൻ. യേശുവിന്റെ കാലത്ത് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോടായി യേശു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആമേൻ. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 37-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നോഹയുടെ ആമേൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ആമേൻ ആ നോഹയുടെ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവിലും ഉണ്ടാകും. ഹല്ലേലൂയ. വായിച്ചാട്ട മത്തായി സുവിശേഷം 24:37. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 24-ാം അധ്യായം 37-ാം വാക്യം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ
അവൻ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിനും കൊടുത്തും പോന്നു. ആമേൻ. ഹല്ലേലൂയ. നോഹയുടെ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ മനുഷ്യപുത്രന്റെ വരവിലും ഉണ്ടാകും. ആമേൻ. എന്താണ് എൻഡിങ് ടൈം? ഹല്ലേലൂയ. എന്റെ ആമേൻ ആമേൻ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ കാലത്തിന്റെ എന്താണ്. ഹല്ലേലൂയ. ആമേൻ. ലോകം ആമേൻ നോഹയുടെ കാലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ലോകം എന്ന് പറയുന്നത് നോഹയുടെ കാലമാണ്. സ്തോത്രം. പക്ഷെ ദൈവം പെട്ടകം എന്ത് ചെയ്യുന്നു? ഒരുക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആ നോഹയുടെ കാലഘട്ടത്ത് ലോകത്തില് ഒരു അനർത്ഥം എന്ത് ചെയ്യാൻ പോവുക? ആമേൻ വരാൻ പോകുക. ആമേൻ ഒരു ന്യായവിധി വരാൻ പോകുക. അവിടെ ആമേൻ ഒരു പെട്ടകത്തെ ദൈവം ഒരുക്കുന്നു. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം ആമേൻ 4-ാം അധ്യായം ആമേൻ അതിന്റെ 18-ാം വാക്യത്തിൽ ആമേൻ കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായിച്ചു. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കഴിഞ്ഞ രാത്രി ആ വിഷയം സംബന്ധിച്ച് നാം കേൾക്കുവാനിടയായി തീർന്നു. പ്രിയരെ, ആമേൻ. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഹല്ലേലൂയ തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആമേൻ ഞാൻ ഹല്ലേലൂയ പോകുന്നിടത്ത് നിങ്ങളെ കൊണ്ടിരുത്തുവാൻ പോയതുപോലെ എന്ത് ചെയ്യും? മടങ്ങി വരും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് ആമേൻ ഹല്ലേലൂയ പറയുവാൻ തക്കവണ്ണം ഇടയായി. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-3 വാക്യം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. അപ്പോ ഹല്ലേലൂയ ഒരു നിത്യമായ രാജ്യത്തെ കുറിച്ച്, ഒരു നിത്യതയെ കുറിച്ച് ഹല്ലേലൂയ ഈ ഭൂമിയിലായിരിക്കുന്ന ആമേൻ അതേ മനുഷ്യരുടെ ആമേൻ ജീവിതത്തിൽ ആമേൻ ഒരു അറിവ് ആമേൻ നൽകിയിട്ടാണ് കർത്താവായ യേശു ഇവിടുന്ന് പോകുവാനിടയായത്. ഹല്ലേലൂയ. അപ്പൊ നിത്യത ആമേൻ ഒരു വീക്ഷണിയല്ല, വിശ്വാസിയുടെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ പ്രത്യാശയുള്ള ദൈവമക്കൾ ആമേൻ ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ. ഹല്ലേലൂയ. ആമേൻ. അതെ, നമുക്ക് എബ്രായ ലേഖനം 12-ാം അധ്യായം ആമേൻ 26, 27, 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആമേൻ ദൈവ രാജ്യത്തെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്കിവിടെ നിലനിൽക്കുന്ന രാജ്യം ഇല്ല. ഹല്ലേലൂയ. ഇന്ന് ഈ കാണുന്ന രാജ്യങ്ങളെല്ലാം ആമേൻ തകർന്നു പോകുവാനിടയാകും. ഹല്ലേലൂയ. രാജ്യത്തോട് യുദ്ധത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാ. ആമേൻ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ആമേൻ പരന്നുകൊണ്ടിരിക്കുകയാ. തമ്മിൽ അടിച്ച് രാജ്യങ്ങൾ തകരും എന്ന് ആമേൻ സത്യവേദ പുസ്തകം വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു? ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ ആമേൻ അതെ നിങ്ങൾ കാണും, കേൾക്കും, അല്ലെ? ഹല്ലേലൂയ. ഇന്ന് നാം അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ അത് നിമിത്തം അനേകര് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അനേകരുടെ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ എബ്രായ ലേഖനം 12-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ വേഗം വായിച്ചാട്ട്. അവന്റെ ശബ്ദം ഇന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഹല്ലേലൂയ. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തതും നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കുന്നു.
സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പരിമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. അപ്പോ കുലങ്ങാത്ത ദൈവരാജ്യം, ആമേൻ, കുലുക്കപ്പെടാത്ത രാജ്യം, ആമേൻ, നാം സ്വീകരിക്കുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ അവന്റെ ആധിപത്യം നിത്യാധിപത്യമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ. ദൈവരാജ്യം, ആമേൻ, ആ രാജ്യത്തിന്റെ രാജാവായി നമ്മുടെ കർത്താവ്, ആമേൻ, അതെ, വാഴുവാൻ സമയം ആഗതമായി കൊണ്ടിരിക്കുകയാണ്. ആ കുലുങ്ങാത്ത രാജ്യത്തിൽ, ആമേൻ, നിത്യകാലം രാജാവായി വാഴുവാൻ പോകുന്ന നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, ആ കുലുക്കപ്പെടാത്ത രാജ്യം, ആമേൻ, അത് പ്രാപിക്കുവാൻ, അത് സ്വീകരിക്കുവാൻ, ആമേൻ, കൃപ ലഭിച്ച ദൈവമക്കളെ, ആമേൻ, വിശുദ്ധിക്ക് വേണ്ടി, ആമേൻ, നിലകൊള്ളേണ്ട നാളുകളാണിത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ തീരുമാനമെടുക്കും? ആമേൻ, ലോകത്തിൽ ലഭ്യമാകുന്നത് കൊണ്ട് എന്റെ നിത്യതയെ നഷ്ടപ്പെടുത്തുവാൻ, എന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുവാൻ ഇടയാകാതെ ഇന്ന് രാത്രി ഞാൻ തീരുമാനമെടുക്കും. ഹല്ലേലൂയ. വായിച്ചട്ടെ. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത, കണ്ടോ, അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ, ആമേൻ, ദൈവത്തെ കുറിച്ച്, നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച്, ഹല്ലേലൂയ, ആമേൻ, ഈ ഭൂമിയിൽ, ഹല്ലേലൂയ, ലോക രാജ്യങ്ങളിൽ കാണത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ മഹാപ്രവൃത്തി, അവൻ ഒന്നുകൂടെ വായിക്കാം. അവന്റെ ആധിപത്യം നിത്യാധിപത്യമാകുന്നു. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. പ്രിയമുള്ളവരെ, ഈ രാജ്യത്തിന്റെ പൗരത്വമാണ് അവൻ ഒരു ദൈവ പൈതലിന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ അവൻ ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ അറിവുള്ളവർ, ആ പ്രത്യാശയുള്ളവർ, ആമേൻ, മൗനമായിരിക്കാതെ ആ കരമടിച്ചിരിക്കുന്ന ഇരിപ്പിലിരുന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ആമേൻ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ, ആമേൻ, അത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആത്മാവിൽ നിയോഗം പ്രാപിച്ച ദൈവസഭയ്ക്ക് എഴുതി. ആമേൻ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാളിതുവരെ ഈ പ്രത്യാശ ഇല്ലാതെയാണ് ജീവിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ആ പ്രത്യാശ ഉള്ളവരാകണം. ആമേൻ. യുദ്ധങ്ങളെ കുറിച്ച്, ക്ഷാമങ്ങളെ കുറിച്ച്, ഭൂകമ്പങ്ങളെ കുറിച്ച്, ആമേൻ, വിവരിക്കാൻ സമയമില്ല. കുഞ്ഞുങ്ങളെ കൊന്ന് തിന്നുന്ന കാലം ഉണ്ടാകും എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. ഈ കാലഘട്ടങ്ങളിൽ സമാനമായ വിഷയങ്ങൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ആമേൻ. കർത്താവ് ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ സമയം ആഗതമായി കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവരുണ്ടോ എന്ന് സ്വർഗത്തിലെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ദാനിയേല് ആ കാലഘട്ടങ്ങളില്, ബാബിലോണിയ സംസ്കാരങ്ങളില്, ആമേൻ, അതേ, ഇടകിച്ചേരാതെ വിശുദ്ധിക്ക് വേണ്ടി നിന്നതുപോലെ രാജാവ് കൊടുക്കുന്ന ആഹാരം
കൊണ്ട്, രാജാവ് കൊടുക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട്, രാജാവ് കൊടുക്കുന്ന വിശ്വാസം കൊണ്ട് തന്നെ അശുദ്ധരാകാതിരിക്കുവാൻ നിലനിന്ന ദാനിയേലിനെ പോലെ ഈ കാലഘട്ടങ്ങളിൽ നിലനിൽക്കുന്നവരുണ്ടോ എന്ന് സ്വർഗം നോക്കുകയാണ്. ഹല്ലേലൂയ. ഭരണ സംവിധാനങ്ങളോട് ഇഴകിച്ചേരുന്ന ഒരു ദാനിയേലിനെ അല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. ഹല്ലേലൂയ. ലോക രാജ്യങ്ങൾ വീഴും. ആമേൻ. പക്ഷേ ഹല്ലേലൂയ, ഇന്ന് രാത്രി ആമേൻ, നീ നിന്നോട് തന്നെ ചോദിക്കുക, ആമേൻ, ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇവിടം കൊണ്ട് തീരുന്ന ഒരു ജീവിതത്തിന് ഉടമയായിട്ടാണോ ഞാൻ ആയിരിക്കുന്നത്? അല്ല, ആമേൻ, നിലനിൽക്കുന്ന ഇളക്കം വരാത്ത ആ നിത്യമായ രാജ്യത്തെ ലക്ഷ്യമാക്കിയാണോ ഞാൻ ഈ ഭൂമിയിലെ ജീവിതം നയിക്കുന്നത്? ഹല്ലേലൂയ. അശുദ്ധി ഭവിക്കാതിരിക്കുവാൻ, ഹല്ലേലൂയ, കളങ്കമേൽക്കാതിരിക്കുവാൻ, ഈ ലോകത്തോട് അനുരൂപമാകാതെ ദൈവപ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ എന്ന് ഇന്ന് രാത്രി സ്വയം ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയാകട്ടെ. ലോക രാജ്യങ്ങൾ വീഴും. ഹല്ലേലൂയ. പക്ഷേ നീ ഏത് രാജ്യത്തിൻ്റെതാണ്? ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവിൽ ആമേൻ ചില കാര്യങ്ങൾ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ കാലത്തിന്റെ ബന്ധനങ്ങൾ, ഹല്ലേലൂയ, നിന്നെ ആമേൻ അതെ ഹല്ലേലൂയ ഇന്നലകളിലെ, ഹല്ലേലൂയ, ഭൂതകാലത്തിലെ ആമേൻ അനുഭവങ്ങൾ ആമേൻ ഇന്നും അയവിറക്കി മുമ്പോട്ട് പോകുവാൻ കഴിയാതെ ആമേൻ ഈ വർത്തമാന കാലത്ത് ആമേൻ നീ ആയിരിക്കുന്നുവെങ്കിൽ നിന്റെ ഭാവി കാലത്ത് ആമേൻ ദൈവം ഇറങ്ങി വന്ന് ഇസ്രായേൽ ജനത്തെ ആമേൻ അവരുടെ കഷ്ടത കണ്ട് അവരുടെ നിലവിളി കേട്ട് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് ഇറങ്ങി വന്ന് വിടുവിച്ചതുപോലെ ആമേൻ നിന്നെ വിടുവിച്ചു എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് നീ ആയിരിക്കുന്ന ഈ രാത്രി ഈ സമയത്ത് നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം നാളെ ആമേൻ നിന്റെ ഭാവിയിൽ ആമേൻ സംഭവിക്കുവാൻ പോകുന്ന ആ കാര്യത്തെ ഓർത്ത് ഇന്ന് നീ ഭാരപ്പെടേണ്ട. നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ വല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് നയിക്കുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ നീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്നലകളിൽ ആമേൻ നിന്നെ വിടുവിച്ച, ഇന്നലകളിൽ ആ പ്രളയത്തിനകത്ത് അകപ്പെടാതെ, ആ മഹാമാരിക്കകത്ത് തീർന്നു പോകാതെ അതിനകത്ത് നിന്ന് നിന്നെ ഇവിടെ എത്തിച്ചെങ്കിൽ ഇനി ആമേൻ നീ നേരിടാൻ പോകുന്നതിനെ അതിജീവിക്കുവാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. കഴിഞ്ഞ കാലത്തിന്റെ ബന്ധനങ്ങൾ പൊട്ടു. ഹല്ലേലൂയ. ഇപ്പോഴത്തെ കാലത്തും നീ വിശുദ്ധിയിൽ നടക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ചിലരെ നോക്കി പ്രഖ്യാപിക്കുന്നു, കഴിഞ്ഞ കാലത്തിന്റെ ബന്ധനങ്ങൾ പൊട്ടും. ഹല്ലേലൂയ. ഈ കാലത്ത് ആമേൻ ഇന്നലകളിലെ ആ പ്രശ്നങ്ങൾ ഇന്നും രൂക്ഷമായി നിന്നെ തകർക്കാതെ ആമേൻ വരും ദിനങ്ങളിൽ പ്രത്യാശയോടെ ആമേൻ പലതും ചെയ്യുവാൻ നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന ഉയരത്തിലെ ശക്തി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ നീ ഒരു തീരുമാനം എടുക്കുവാൻ തയ്യാറാണോ? ഞാൻ പഴയതുപോലെ പഴയ കാര്യം പറഞ്ഞ സമയം പോക്കത്തില്ല, പഴയ കാര്യം പറഞ്ഞ സമയം പോക്കത്തില്ല. ആ ഇസ്രായേൽ ജനത്തെ ഇസ്രായേലിലെ ഫറവോൻ ആദ്യ കഠിനപ്പെടുത്തി തകർത്തതുപോലെ തകർക്കുവാൻ ഞാൻ എന്നെ തന്നെ ഇടയാക്കത്തില്ല. ഞാൻ ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ എന്നെ സമർപ്പിക്കുകയാണ്. നാളെ എനിക്ക് ലഭ്യമാകേണ്ട ആ നന്മകളെ തടയുവാൻ ഇനി ഫറവോന്റെ ശക്തിക്ക് കഴിയത്തില്ല. അവൻ ഫറവോന്റെ ശക്തിയെ തകർത്ത ദൈവം എനിക്ക് വേണ്ടി ഇന്നലകളിൽ എന്റെ നന്മയെ തകർത്ത ദുഷ്ടന്റെ ശക്തിയെ അവൻ കെടുത്തിയ, ഹല്ലേലൂയ, മരണത്തെ പാതാളത്തെ അതിജീവിച്ച മൂന്നാം നാൾ ഉയർത്തെഴുന്ന യേശു ആ ക്രൂശിൽ സകല ശക്തികളെയും തകർത്തു. ഓ ജയാളിയായവൻ ഇന്ന് രാത്രി ഹല്ലേലൂയ ആ ബന്ധനങ്ങൾ പൊട്ടിക്കുകയാണ്. അവൻ ചിലരെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. അവൻ ഇന്നലകളിലെ കഷ്ടം, ഇന്നലകളിലെ നഷ്ടം, ഇന്നലകളിലെ വേദന ഇനി നിന്നെ പിന്തുടരാതിരിക്കുവാൻ അതിനെ ചെങ്കടലിൽ തകർത്തതുപോലെ ഇന്ന് രാത്രി ചില ബന്ധനങ്ങൾ സ്വർഗം തകർക്കുന്ന രാത്രിയാ. അത് തകരണമെങ്കിൽ ആമേൻ നീ ദാനിയേലിനെ പോലെ ഹല്ലേലൂയ ആമേൻ വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കണം, വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കണം. ഹല്ലേലൂയ നിത്യതയ്ക്ക് വേണ്ടി ആമേൻ അതേ ലക്ഷ്യം ആമേൻ ഉണ്ടാകണം. ഹല്ലേലൂയ ആമേൻ ഇപ്പോഴത്തെ കാലത്ത് നീ വിശുദ്ധിയിൽ ആമേൻ ജീവിക്കുവാൻ. ഹല്ലേലൂയ ഈ ഒരു കാലം എന്ന് പറയുന്നത് വല്ലാത്തൊരു കാലമാ. ആമേൻ നോഹിയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ നാളിലും അല്ലെ. ഹല്ലേലൂയ ആമേൻ ഇന്ന് രാത്രി ഞാൻ അതേ ചിലരെ നോക്കി പ്രഖ്യാപിക്കുന്നു, വരാനിരിക്കുന്ന നിത്യതയിൽ
നിനക്കൊരു സ്ഥലം ആമേൻ അതെ ഒരുക്കുവാൻ പോയിരിക്കുന്ന കർത്താവ് കാഹളം മുഴക്കുമ്പോൾ നീ എടുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ ഒരുക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോക രാജ്യങ്ങൾ കുലുങ്ങുമ്പോൾ നീ കുലുങ്ങുകയില്ല. ആമേൻ, ഹല്ലേലൂയ. യുദ്ധസുഖികൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ അല്ലെ ഡൽഹിയില് ആമേൻ എന്തൊക്കെയോ നടക്കുന്നു. അവിടെ മനുഷ്യനെ തട്ടിക്കൊണ്ടു പോകുന്നു, അല്ലെങ്കിൽ മനുഷ്യനെ കാണാനില്ല എന്നൊക്കെയുള്ള വാർത്ത കേൾക്കുമ്പോ നീ എന്ത് ചെയ്യത്തില്ല? കുലുങ്ങത്തില്ല. നീ എന്ത് ചെയ്യത്തില്ല? നിരാശപ്പെടത്തില്ല. കാരണം എന്താ? ലോക രാജ്യങ്ങൾ കുലുങ്ങുമ്പോഴും നീ കുലുങ്ങാതെ ആമേൻ നിൽക്കുവാൻ അതെ ഇടയാക്കുന്ന ഒരു ദൈവപ്രവൃത്തി. ഹല്ലേലൂയ, ആമേൻ. അതെ കുലുങ്ങാത്ത രാജ്യം സ്വീകരിക്കുവാൻ. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ആമേൻ ഒരുക്കമുള്ളവരായി പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിക്കും? ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആമേൻ പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേർ ഹല്ലേലൂയ തലങ്ങളെ മടക്കും? കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിക്കും. ഹല്ലേലൂയ. ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ അനിത്യമായ ആമേൻ അതേ സ്വർഗത്തിലെ പൗരത്വം ആമേൻ ഹല്ലേലൂയ സ്വീകരിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്തിന്റെ ചങ്ങലകൾ ഇന്നും നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി നീ മുന്നോട്ട് വരിക. ഇപ്പോഴത്തെ കാലത്ത് ലോകത്തോട് ചേർന്ന് വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ മുന്നോട്ട് വരിക. ആമേൻ. നിത്യതയെ കുറിച്ച് ആമേൻ നിന്റെ ആത്മാവ് വിറയ്ക്കുന്നുണ്ടെങ്കിൽ നീ മുന്നോട്ട് വരിക. ആമേൻ. ഇത് മനുഷ്യന്റെ വിളിയല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനമാണ്. ഇന്ന് ദൈവരാജ്യം ഹല്ലേലൂയ ആ രാജ്യത്തെ കുറിച്ച് കാഴ്ചപ്പാടുള്ളവരാ ആ രാജ്യത്തെ കുറിച്ച് അന്വേഷിക്കുക. ആ രാജ്യത്തിന്റെ അവകാശിയാകുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ ആ പ്രത്യാശയുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഇന്ന് രാത്രി ആമേൻ നിന്റെ സ്ഥിതികളെ ആമേൻ നിന്റെ ഗതികളെ മാറ്റുന്ന പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ചിലരുടെ അകത്തിടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകരാജ്യം അസ്തമിക്കാറാ, അലോകരാജ്യം വേഗമിത അഗമിക്കാറാ. ഹല്ലേലൂയ. ചിലരുടെ ദിശകളെ ദൈവം മാറ്റും. ചിലരുടെ ഹൃദയത്തിന്റെ ചിന്താഗതികളെ ദൈവം മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി വന്ന മകനെ പോലെ ഇന്ന് രാത്രി തീരുമാനത്തിലേക്ക് വരുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി അവരെ പറയുക എത്ര പേർ തയ്യാറാണ്? അപ്പൊ ഞാൻ മടങ്ങി വരുന്നു എന്ന് പറയുവാൻ എത്ര പേർ തയ്യാറാണ്? അങ്ങനെ തീരുമാനിക്കുന്നവർ പ്രതികരിച്ചാൽ ഈ ലോകം വേണ്ടപ്പാ. ഓ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. അവസാനമായി ആമേൻ ഇന്ന് രാത്രി അതേ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. ലൂക്കോസ് 21:28 വായിച്ചു. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കുവി. ഒരു ഉപമ അവരോട് പറഞ്ഞത്, അത്തി മുതലായ സകല വൃക്ഷങ്ങളും നോക്കുവിൻ. അവ തളർക്കുന്നതും
അവൻ തളിർക്കുന്നതും നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവെന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങളുടെ വീണ്ടെടുപ്പ് സമീപിച്ചിരിക്കുന്നു. രാത്രി എല്ലാ കണ്ണുകളും അടച്ച് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട എല്ലാ കുടുംബങ്ങൾക്കായി, എല്ലാ വ്യക്തികൾക്കായി, എല്ലാ ജീവിതങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. വരും ദിനങ്ങളിൽ ആരൊക്കെ ഈ സന്ദേശം കേൾക്കുവാൻ പോകുന്നു, അവരുടെ എല്ലാ കഴിഞ്ഞ കാലത്തിൽ നിന്നും കർത്താവേ ഞങ്ങളെ കുടുംബമായി തലമുറകളായി വിടുവിക്കണമേ. ഇപ്പോഴത്തെ കാലത്ത് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വരാനിരിക്കുന്ന നിത്യതയ്ക്ക് ഞങ്ങളെ ഒരുക്കണമേ. ലോകരാജ്യങ്ങൾ കുലുങ്ങുമ്പോൾ ദൈവരാജ്യത്തിൽ അചഞ്ചലമായി നിൽക്കുന്നവരാക്കണമേ. ഞങ്ങളാരും കൈവിടപ്പെട്ടു പോകുക, നിത്യത നഷ്ടമാകുവാനിടയാകാതെ ആ നിത്യതയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ളവരായി, പ്രത്യാശയുള്ളവരായി ജീവിക്കുക. ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഒരുക്കണമേ. അവിടുത്തോടെ പ്രാർത്ഥിക്കും. കർത്താവെ, ഇന്നലകളിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് കർത്താവെ ഇന്ന് ഞങ്ങൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുഭവിപ്പാനിടയാകത്തക്ക വിധത്തിൽ നൽകി തരുവാൻ അവിടുന്ന് ഇറങ്ങി വന്ന ദൈവമാണല്ലോ. അവിടുത്തെ ഫലത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർക്കുന്ന ദൈവമാണല്ലോ. ആമേൻ. ആരാധിക്കുവാൻ ഇറങ്ങി തിരിക്കുന്നതിന് മുമ്പ് അവരുടെ നന്മയെ തടഞ്ഞു വെച്ച ഫറവോന്റെ ശക്തിയെ തകർത്ത് വലിയ കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ സന്തോഷിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ മരുഭൂമിയിൽ നീരുറവയെ തുറന്ന് അവർക്ക് വിശപ്പിനുള്ള ആഹാരം കൊടുത്ത് ലിവ്യാഥാന്റെ തലയെ തകർത്ത് കാളപ്പക്ഷയാക്കി ആകാശത്തിന്റെ കിടുവാതിലുകളെ തുറന്ന് മന്നയെ വർഷിപ്പിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി വെളിപ്പെടുന്ന രാത്രിയാകയാ ഞാൻ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത കണ്ട് അവരുടെ നിലവിളി കേട്ട് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് ഇറങ്ങി വന്ന ദൈവം 2026 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായി പാലസ്തീനായി ഇറങ്ങി വന്ന് ഹല്ലേലൂയ ആമേൻ അനാഥർക്ക് വിധവകൾക്ക് പരിപാലകനായി മുടന്തരെ നടത്തി ചെകിടർക്ക് കേൾവി കൊടുത്ത് ഹല്ലേലൂയ. പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശ, ആശ ഇല്ലാത്തവർക്ക് ആശ. കർത്താവേ, അവിടുത്തെ പ്രവൃത്തി തികച്ച ആമേൻ ആമേൻ ഹല്ലേലൂയ സ്വർഗ്ഗങ്ങളിലേക്ക് കരേറിപ്പോയ കർത്താവ് ഇരിക്കുന്നിടത്ത് കൊണ്ടിരുത്തുവാൻ ആമേൻ സഭയെ ചേർപ്പാൻ മധ്യാകാശത്തിൽ വരുവാൻ കാലം ആമേൻ അതെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ പ്രത്യാശയോടെ ജീവിക്കുന്ന എല്ലാവരും ആമേൻ ഒരുക്കത്തിലായിരിക്കുവാൻ ആമേൻ ഇന്ന് രാത്രി ഇടയാകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മലിനപ്പെടാതെ, കളങ്കപ്പെടാതെ, അശുദ്ധരാകാതെ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ ആമേൻ ആമേൻ. താഴ്മയോടെ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുലുങ്ങുമ്പോൾ നിന്റെ രാജ്യമജഞ്ചലം കണ്ണു കാണുന്ന പോലെഞ്ഞു പോകും കാണാത്തതോ നിത്യം കഴിഞ്ഞ കാലം വന്നതും കൊണ്ട് നീ എന്നെ
ലോകരാജ്യങ്ങൾ കുലുങ്ങുമ്പോൾ നിന്റെ രാജ്യമജഞ്ചലം കണ്ണു കാണുന്നവ ഒലിഞ്ഞു പോകും കാണാത്തതോ നിത്യം കഴിഞ്ഞ കാല ബന്ധവും പൊട്ടിച്ചു നീ എന്നെ സ്വതന്ത്രനാക്കി ഇപ്പോഴത്തെ കാലത്ത് വിശുദ്ധിയിൽ നടക്കുവാൻ വിളിച്ചു കണ്ണീരും നിലവിലെയും നീ കാണാതെ പോയില്ല നിന്റെ സന്നിധിയിൽ എന്റെ ആത്മാവ് ഉണർന്നു ലോകം മങ്ങുമ്പോൾ നീ വെളിച്ചമായി വന്നു ഭൂമി മാറിയാലും നിന്റെ വാക്ക് മാറിയല്ല ഞാൻ കുലുങ്ങുന്ന രാജ്യമല്ല കുലുങ്ങാത്ത രാജ്യം സ്വീകരിക്കുന്നു ഈ നിമിഷം ഞാൻ നിനക്കായി ഏർപ്പെടുന്നു നിത്യത്തിനായി എന്റെ ചിതമൊരുക്കുന്നു യേശുവേ നീ മതി നീ മാത്രം മതി ഹല്ലേലൂയ. എത്ര പേർ പറയും യേശുവേ നീ മാത്രം മതി, നീ മാത്രം മതി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഓ ജീസസ്. ആമേൻ. ഹല്ലേലൂയ. എത്ര പേര് പറയും ഹല്ലേലൂയ ഇതൊരു പ്രഖ്യാപനമാണ്. ആമേൻ. ലോകം കുലുങ്ങുമ്പോൾ ആമേൻ നിന്റെ ഹൃദയം ഏത് രാജ്യത്തിനു വേണ്ടിയാണ് ഒരുങ്ങുന്നത്? ഹല്ലേലൂയ. ഏത് രാജ്യത്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ആമേൻ. കഴിഞ്ഞ കാലം വിട്ട് ഇപ്പോഴത്തെ കാലത്ത് വിശുദ്ധിയിലേക്ക് ദൈവം നിന്നെ നിത്യതയിലേക്ക് വിളിക്കുന്നു. ഹല്ലേലൂയ. ചേർന്ന് പാടാമോ ഒരിക്കൽ കൂടെ? ഹല്ലേലൂയ. ലോകരാജ്യങ്ങൾ കുലുങ്ങുമ്പോൾ നിന്റെ രാജ്യമജഞ്ചലം കണ്ണു കാണുന്നവ ഒലിഞ്ഞു പോകും കാണാത്തതോ നിത്യം കഴിഞ്ഞ കാല ബന്ധവും പൊട്ടിച്ചു നീ എന്നെ സ്വതന്ത്രനാക്കി ഇപ്പോഴത്തെ കാലത്ത് വിശുദ്ധിയിൽ നടക്കുവാൻ വിളിച്ചു കണ്ണീരും നിലവിലെയും നീ കാണാതെ പോയില്ല നിന്റെ സന്നിധിയിൽ എന്റെ ആത്മാവ് ഉണർന്നു ലോകം മങ്ങുമ്പോൾ നീ വെളിച്ചമായി വന്നു ഭൂമി മാറിയാലും നിന്റെ വാക്ക് മാറിയല്ല ഞാൻ കുലുങ്ങുന്ന രാജ്യമല്ല രാജ്യം സ്വീകരിക്കുന്നു ഈ നിമിഷം ഞാൻ നിനക്കായി ഏർപ്പെടുന്നു നിത്യത്തിനായി എന്റെ ചിതമൊരുക്കുന്നു യേശുവേ നീ മതി നീ മാത്രം മതി. ആമേൻ. God bless you. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് സ്നേഹതീരം ഫാമിലി. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ആമേൻ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. See you again tomorrow. നാളെ അതിപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ആമേൻ ആയുസ്സും ആരോഗ്യവും ബലവും കർത്താവ് നമുക്ക് നൽകുന്നുവെങ്കിൽ, കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നാളെ പകലിൽ വിശുദ്ധാരാധനയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരാം. സമയവും സാഹചര്യവും സന്ദർഭവും നിങ്ങൾക്ക് ലഭ്യമാകുന്നുവെങ്കിൽ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. രാത്രിയിൽ സുഖകരമായ നിദ്ര എല്ലാവർക്കും ദൈവം ദാനമായി നൽകട്ടെ. See you again.